ആഗോള ട്രാവൽ ആൻഡ് ടൂറിസം വിപണിയുടെ പുതിയ പ്രവണതകളുമായി ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് തിരുവനന്തപുരത്ത് 1000-ഓളം ടൂർ ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്ന പരിപാടി ജൂൺ 3 മുതൽ 5 വരെ കാരക്കോണം ഗോൾഡൻ പാലസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ ട്രാവൽ മാർട്ട്. അതിൻ്റെ വിശദമായ വാർത്താ സമ്മേളനം ബന്ധപ്പെട്ടവർ നൽകുന്നു. വിശദമായ വാർത്തയിലേക്ക്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിലെ നമ്മൾ ഫോറിൻ ടൂറിസ്റ്റ് അറൈവൽസ് ഗണ്യമായിട്ടൊരു വർധനവ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കാരണം 2024 7,38,374 ടൂറിസ്റ്റുകളാണ്, വിനോദസഞ്ചാരികളാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 2025 അത് 8,21,999, അതായത് 8,21,991 ഫോറിൻ ടൂറിസ്റ്റുകൾ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 11.33% വർധനമാണ് നമുക്ക്, അതായത് വിദേശ സഞ്ചാരികൾ കേരളം സന്ദർശനത്തിൽ വരുത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രോത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രീ കോവിഡ് ലെവൽസ് ഏകദേശം 11 ലക്ഷം ആളുകളാണ് കേരളം വിസിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് ആ ഒരു ഫിഗറിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒരു വർധനവ്, ഒരു 11% വർധനവ് 2024 അപേക്ഷിച്ച് 2025 നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 11 കൺട്രീസാണ് ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അതിൽ UK, USA, ഒമാൻ, ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ മലേഷ്യ, ഓസ്ട്രേലിയ, മാൽഡീവ്സ്, ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു ഫിഗറിലോട്ട് എത്തിക്കാൻ സാധിച്ചത്. ഈ കൂടുതൽ വന്നിട്ടുള്ളത് UK രാജ്യമാണ്, 14.8%. അതുപോലെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് അറൈവൽസിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു വലിയൊരു വർധനവ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏകദേശം 2.5 കോടിയോളം ആളുകൾ കേരളം സന്ദർശിച്ചിട്ടുണ്ട് 2025. അപ്പോൾ അത് ഫിഗർ നമ്മൾ നോക്കുമ്പോൾ ഒരു 36% വർധനവാണ് 2024 അപേക്ഷിച്ച് 2025 നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തമിഴ്നാട് 11.19%, കർണാടക 6.4%, കേൾക്കുന്നുണ്ടോ? ഓക്കെ. മഹാരാഷ്ട്ര 3.0%, ആന്ധ്രാപ്രദേശ് 1.79%, ഗുജറാത്ത്, തെലങ്കാന, ഡൽഹി, ഉത്തർപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഈ 9 സംസ്ഥാനങ്ങളും കൂടി ചേർത്തിട്ട് 28.12% ടോട്ടൽ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് അറൈവൽസ്, അത് ആഭ്യന്തര സഞ്ചാരികളുടെ വരവ്. അപ്പോൾ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു വലിയൊരു വർധനവ് ആഭ്യന്തര സഞ്ചാരികൾ നമ്മൾ കേരളം വിസിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ടൂറിസം പൊട്ടൻഷ്യലും ടൂറിസം ഗ്രോത്തിനും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വർധനവിനും നമുക്ക് സഹായകരമായിട്ടുണ്ട് ഈ വർഷം. പക്ഷേ നമ്മൾ ഈ ഒരു ഗൾഫിൻ്റെ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു കുറവ് വരാൻ സാധ്യതയുണ്ട് വിദേശ സഞ്ചാരികൾ കേരളം വരുന്നത്. കാരണം ദുബായ് ഒരു ഗ്ലോബൽ ഹബ്ബാണ്. ആ ഹബ്ബിൽ കൂടിയാണ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകളെല്ലാം കേരളത്തിൽ വരുന്നത്. അപ്പോൾ ആ കണക്ടിവിറ്റി ഇഷ്യൂസും ഫെയർ വർധനവും ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ ഇൻ്റർനാഷണൽ ക്യാമ്പയിൻസും ഡൊമസ്റ്റിക് ക്യാമ്പയിൻസും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സഞ്ചാരികൾ കേരളം സന്ദർശിക്കാനുള്ളൊരു അവസരമുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഗ്ലോബൽ ട്രാവൽ മാർട്ട് ഇത് 2nd എഡിഷനാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ജൂൺ 3 തൊട്ട് 5 വരെയാണ് ഗോൾഡൻ പാലസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ട്രിവാൻഡ്രം, കാരക്കോണത്ത്, നെയ്യാറ്റിൻകരയിൽ. ഇവിടെയാണ് ഇതിൻ്റെ വെന്യൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു B2B, അതായത് ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കസ്റ്റമർ എൻഗേജ്മെൻ്റ് ആയിരിക്കും. ഇതിൽ ഹോട്ടലിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആയുർവേദിക് റിസോർട്ട് ഓണേഴ്സ്, ഗ്ലോബൽ ആയിട്ടുള്ള വരുന്ന ബയേഴ്സ്, ഇൻ്റർനാഷണൽ ബയേഴ്സ് ഏകദേശം 500 ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ ബയേഴ്സ് 300, കോർപ്പറേറ്റ് ബയേഴ്സ്, ഇവരെല്ലാവർക്കും ഒരു അവസരം നൽകുന്ന ഒരു വേദിയായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും ടൂറിസം പ്രോഡക്റ്റുകൾ, പുതിയ പ്രോഡക്റ്റുകൾ, പുതിയതായിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സ്, എൻഗേജ്മെൻറ്റ്, ബ്രാൻഡ് വിസിബിലിറ്റി, മാർക്കറ്റ് ഇൻ്റലിജൻസ്, ഇതിന് വേണ്ടിയിട്ടെല്ലാം ഒരു അവസരം നൽകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു B2B സെഷൻസ്, അത് ജൂൺ 4-5 ഈ കോർപ്പറേറ്റ് നെറ്റ്വർക്കിംഗ് എൻഗേജ്മെൻറ്റോടുകൂടി നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷേ തീർച്ചയായിട്ടും GTM 2026 എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കും. പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി സൊല്യൂഷൻസ്, ട്രാവൻകോ എക്സ്പീരിയൻസ് സോൺ ഉണ്ടാവും. ഇവിടുത്തെ കൾച്ചർ, ക്വിസീൻ, അതുപോലെ തന്നെ അഡ്വഞ്ചർ ടൂറിസം, ഹെറിറ്റേജ് ടൂറിസം, ഇതിനെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു മീറ്റായിട്ട് മാറാനാണ് ഇതിന് വഴിയൊരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ആയുർവേദ ആൻഡ് വെൽനെസ്സിന് പ്രാധാന്യം നൽകുന്ന ഒരു മീറ്റായിരിക്കും. കാരണം വെൽനെസ് ഇൻഡസ്ട്രി തന്നെ ധാരാളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിലാണ് ഈ ആയുർവേദിക് വെൽനസ് ആൻഡ് വെൽനസ് ഹോസ്പിറ്റാലിറ്റി റിസോർട്ട്സ് ധാരാളം ഉള്ളത്. അതിനും നമുക്കൊരു ഊന്നൽ നൽകിക്കൊണ്ട് വെഡ്ഡിംഗ് ടൂറിസം, മൈസ് ടൂറിസം, കോർപ്പറേറ്റ് ട്രാവൽ ആൻഡ് ഹോം സ്റ്റേസ്,
പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സർവീസ്ഡ് വില്ലാസ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അവസരമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഹോട്ടലിയേഴ്സ്, റിസോർട്ട്സ്, ടൂറിസം, എയർലൈൻ, ട്രാവൽ ഏജൻസീസ്, ടൂർ ഓപ്പറേറ്റേഴ്സ്, ട്രാവൽ ടെക്നോളജി പാർട്ട്നേഴ്സ് ഇവരെല്ലാവരും എത്തിച്ചേരുന്ന ഒരു ഇവൻറ്റിൽ തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളുടെ സഹായ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സൗത്ത് കേരള ഹോട്ടലിയേഴ്സ് ഫോറം സൗത്ത് ഓഫ് കൊയിലോൺ, കൊട്ടാരക്കര ഉള്ള എല്ലാ മേജർ ഹോട്ടലിയേഴ്സും റിസോർട്ട്സിനെയും റെപ്രസെൻ്റ് ചെയ്തൊരു ഫോറമാണ്. ട്രിവാൻഡ്രം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, ബിസിനസ് ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പുതിയ ഒരു കാൽവയ്പും ഒരു ക്വാണ്ടം ജംപ് ഇൻ ദി അറൈവൽസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ വാറ് ടെമ്പററി ആയിട്ടൊരു ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പീരീഡിലാണ് നമ്മൾ കൺസോളിഡേഷൻ ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അടുത്ത 10 വർഷത്തേക്ക് എങ്ങനെ ഈ ഇൻഡസ്ട്രിയെ കൂടുതൽ ടു ഇംപ്രൂവ് ദി ഓവറോൾ അറൈവൽസ്, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഗ്ലോബൽ ട്രാവൽ മാർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കാനും ഇത് ഷോക്കേസ് ചെയ്യാനും ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഓവർ ദ ലാസ്റ്റ് ഒരു വർഷമായിട്ട് ദി നമ്പർ ഓഫ് ന്യൂ റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസ് ഇൻ സൗത്ത് ഓഫ് കേരള ഹാസ് ഇൻക്രീസ്ഡ് ട്രമെൻഡസ്ലി. പല പുതിയ പ്രോപ്പർട്ടീസും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഈ ലെമൺ ട്രീ തന്നെ ഈയിടെ ഉദ്ഘാടനം ചെയ്ത ഹോട്ടലാണ്. അതുപോലെ ഒരു 6-7 പ്രോപ്പർട്ടീസാണ് റിസോർട്ട്സും ഹോട്ടൽസുമായിട്ട് റൂം അഡീഷൻ വരുന്നത്. കൂടാതെ തന്നെ നമ്മളൊരു കോപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൺട്രീസ് ലൈക്ക് ശ്രീലങ്ക, മാൽഡീവ്സ്. ഈ ഗ്ലോബൽ ട്രാവൽ മാർട്ടിന് ശ്രീലങ്കൻ ടൂറിസം മിനിസ്റ്റർ he will participate in the whole exhibition, the event. So we expect to discuss with them how we can jointly market our state as well as their countries, and how businesses within the countries can be improved. അതാണ് ഒരു ഫോക്കസ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ടെമ്പററി ആയിട്ട് ഈ അറൈവൽസ് കുറഞ്ഞു പറഞ്ഞാലും വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയുർവേദ ടൂറിസത്തിനെ ഒരു തരത്തിലും ഇത് അഫക്റ്റ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഹെൽത്ത് ടൂറിസത്തിന് വേണ്ടി വരുന്ന ആളുകൾ അവർ ടെമ്പററി ആയിട്ടുള്ള ഈ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എല്ലാ വർഷവും അവർ വന്നുകൊണ്ടിരിക്കും. അതിൽ ഇൻക്രീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ അതുപോലെയുള്ള കൺട്രീസിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഈ ഗ്ലോബൽ ട്രാവൽ മാർട്ടും സംഘടിപ്പിക്കുന്നത്. കാര്യം ഈ ഗൾഫ് വാർ ഉണ്ടെങ്കിലും ആ സ്ഥലങ്ങളിൽ നിന്നുള്ള അറൈവൽസ് ഒരിക്കലും കുറയുന്നില്ല. അനദർ തിങ് ദാറ്റ് വി ആർ ഫോക്കസിങ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഈസ് ചൈന. China is one of the largest market for tourism. ആൻഡ് ഇനിയുള്ള നാളുകളിൽ ഇപ്പോൾ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആസ് യു നോ, ദർ ഇസ് എ തോ ഇൻ ദി റിലേഷൻഷിപ്പ്. സോ വി വുഡ് ലൈക്ക് ടു യൂസ് ദിസ് ആൻഡ് ദെൻ സീ ഹൗ വി ക്യാൻ ഫോക്കസ് ഓൺ ചൈന ആസ് എ മാർക്കറ്റ്. ആൻഡ് ദർ ഈസ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദി ആയുർവേദ ഇൻ ചൈന. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരടുത്തും ഈ ഇവൻറ്റിൽ മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. സോറി ഫോർ ബീയിങ് ലേറ്റ്, ട്രാഫിക് ജാം വരെ. ഇത് നമ്മൾ ഈ ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ മാർട്ട്, ഇറ്റ്സ് എ ട്രാവൽ മാർക്കറ്റ്.
he taught number 2 maybe 4 years back is what we thought about it. And normally this is not a competition to Kerala Travel Mart. This is a totally both is being done with a clear understanding that there will be no clash between the Kerala Travel Mart and the global travel market. Now, each market this year it is very important, fundamentally because all the Middle East markets have gone for a crash. The real estate plus the tourism market. Our hotel rates, most of the hotels are closed, and even the hotel rates has come down. The room rates have come down substantially, and there's no people traveling. And this is the right time for us to pitch in for a good market here. And now another opportunity. I'm not saying that a war is definitely not something is conducive for humanity. But here, business-wise, what has happened in the Gulf area, unfortunately, the market is still alive. Today, the TV also says that expected growth is the economic growth in India is still going to be the same, and it's not going to be changed because all the car market is shown very buoyancy in their sales. So, the Indian market is still very strong. Kerala always is the one because we have the tourism secretary here who has been here for the last 5 years pushing hard for the Kerala market. E-market I think is the right time, and I think global travel market will definitely be the first choice now because Bakiola countries which even Colombo I believe the market is not doing too well. So all the people who are traveling, there are a lot of travel. Today cost has gone up tremendously. Fuel charges have gone up, so international travel is expensive. But Indian domestic travels is definitely on the rise. But nevertheless, this opportunity for the people to do networking, which they used to do most of the time in Dubai and other countries, so this is the right time for them to come to the global travel market and meet people here. We are definitely sure that this market is going to this travel market, this global travel market is going to be a right opportunity for them to source their business. And the Triangle Chamber of Commerce is extending all support, and we propose to see that people who come here that they do not find any difficulties in coming to this city because accommodation wise we have located a very good convention center which is outside all conventions within the city. This is a convention center which I visited recently. It can accommodate somewhere around 12,000 people. 12,000 people can be accommodated. I don't know how many of you visited there, but it's right outside. The people who are coming, area. So if you go and visit that place and look at that place, it's very vibrant. It's a very nice place. Showcase India. So this is a right opportunity for us to showcase that because MICE tourism can be attracted to this capital city and the capital region. Support because this is the right time for us to pitch for Kerala and also pitch for Trivandrum so that we will be in the global map of the tourism map and also in the travel market, which is going very buoyant in the coming years also. So let us look forward to your support and thank you for this. A warm welcome to the media partners. And we believe in the tourism industry, you are the backbone of tourism industry, I'm sure. And Kerala GTM, Global Travel Market, and this is conducted by Metro Media and South Kerala Hoteliers Forum, Trivandrum Chamber of Commerce, and of course with the great help of Department of Tourism, Kerala. Now this global travel market, we have a showcasing the hotels, travel agents of different parts of India. Goa stall, Delhi stall, Haryana, UP, all stall. Unlike the KTM, KTM കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. പക്ഷേ ഇവിടെ ശ്രീലങ്കയിൽ നിന്നുണ്ട്, ഈവൻ തായ്ലൻഡിൽ നിന്ന് വരെ സ്റ്റോൾ ഇവിടെ ഉണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ GTM കൊണ്ടുപോകുന്നത്. GTM എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവരവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാർ ഷോക്കേസുണ്ട്, കൊച്ചിയിലുണ്ട്, വയനാടുണ്ട്, സ്പ്ലാഷുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിന് മാത്രം അങ്ങനൊരു മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു 4 വർഷത്തേക്ക് മുമ്പ്
ചേംബർ ഓഫ് കൊമേഴ്സും നെറ്റ്സ്മാർട്ടും എസ്റ്റേറ്റ് ഓഫ് വർക്ക് ചേർന്നുകൊണ്ടാണ് ഗ്ലോബൽ ട്രാവൽ മാർക്കിന് രൂപം കൊടുക്കുന്നത്. ഫസ്റ്റ് ഗ്ലോബൽ ട്രാവൽ മാർക്ക് വാസ് വെരി സക്സസ്ഫുൾ. അതുകൊണ്ട് ഈ GTM നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നാരായൺ സാർ പറഞ്ഞ പോലെ ആയുർവേദ ടൂറിസം, ഹെൽത്ത് ടൂറിസം കേരളത്തിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ കോമ്പീറ്റിംഗ് വിത്ത് ശ്രീലങ്ക ഫോർ ദാറ്റ്. ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾക്ക് 100% കോൺഫിഡൻറ്റ് ഉണ്ട്. എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ആയുർവേദ യോഗ ടൂറിസം ചെയ്യാൻ വരുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ലഭിക്കാം. എനിക്കറിയാം, കഴിഞ്ഞ 30 വർഷം കൊണ്ട് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കോവളത്തിൽ 200 പേര് എല്ലാ വർഷവും ആയുർവേദ ടൂറിസത്തിന് വരുന്നുണ്ട് ഫോർ ദ ലാസ്റ്റ് 30 years. അവർ ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ പ്രാവശ്യം അവർ വരുന്നത് ശ്രീലങ്കയിൽ വന്നിട്ട് ശ്രീലങ്ക ടു കൊച്ചി ടു ട്രിവാൻഡ്രം. എല്ലാവർക്കും അറിയാം ട്രിവാൻഡ്രത്ത് കണക്ടിവിറ്റി കുറവാണ്. ട്രിവാൻഡ്രത്ത് അവഗണിച്ചിരിക്കുന്ന എയർപോർട്ടിൽ നമുക്കൊരു കണക്ടിവിറ്റി ഇല്ല. വലിയ ബുദ്ധിമുട്ടാണ് വരാൻ. അത് വരുന്നത് ഇപ്പോൾ വരുന്നത് ശ്രീലങ്ക ടു കൊച്ചി ടു ഞാൻ ബസ്സിൽ പോയി കൊണ്ടുവരികയാണ് ഈ ആൾക്കാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ടൂറിസം എന്ന് പറഞ്ഞാൽ മൈ ഒപ്പീനിയൻ ഡിസ്ലൈക്ക് ഒരു പക്ഷിയെ പോലെയാണ്. എപ്പോഴും വന്നിരിക്കുന്നു എപ്പോൾ പോകുന്നതെന്ന് തിരിച്ചറിയില്ല. എന്ത് വന്നാലും ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് ടൂറിസത്തിനെ. ഒരു യുദ്ധം വന്നപ്പോൾ അടുക്കള വരെ ബാധിച്ചു എന്ന് പറയുന്നു. എൻ്റെ ഹോട്ടലിൽ സാഗര ബീച്ച് ഏതാണ്ട് അടയ്ക്കുന്ന ലെവലാണ്. കാര്യം ഗ്യാസില്ല, ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ നിൽക്കില്ല. പക്ഷേ എന്ത് തന്നെ വന്നാലും വി ദ ടൂറിസം പീപ്പിൾ ആർ വെരി പോസിറ്റീവ്. ഞങ്ങൾ ശരിയിരിക്കും. നിങ്ങൾ വിറക് വെച്ച് വേവിച്ചെങ്കിലും വരുന്ന ഫോറിനേഴ്സിന് അല്ലെങ്കിൽ വരുന്ന ഗസ്റ്റിന് ആഹാരം കഴിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് നിങ്ങളുടെ ഗ്രേറ്റ് സപ്പോർട്ട് കൂടി മാക്സിമം പബ്ലിസിറ്റി ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഉള്ള ചില നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉഷ്ണതരംഗം, അതുപോലെ തന്നെ ഹീറ്റ് വേവിനെ സംബന്ധിച്ച് മൂന്നാർ പോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡെസ്റ്റിനേഷൻസുള്ള UV റേഡിയേഷൻസിൻ്റെ അതിൻ്റെ ഒരു വർധനവ് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായിട്ടും അതെല്ലാം ടൂറിസ്റ്റ് ഇൻഫ്ലോനെ ബാധിച്ചാൽ പോലും ഈ ഹിൽ സ്റ്റേഷൻസ് അല്ലെങ്കിൽ കൂളർ റീജൻസിൽ തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ വിദേശ സഞ്ചാരികളും സന്ദർശിക്കാൻ ഇടയാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഈ അഡ്വൈസറീസ് എല്ലാം നമ്മൾ ടൂറിസ്റ്റ് ഹോട്ടലേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ ട്രാവൽ മാർട്ട് അസോസിയേഷൻ, കേരള ട്രാവൽ മാർട്ട്, അല്ലെങ്കിൽ വിവിധ ഗ്ലോബൽ ടൂർ ഓപ്പറേറ്റേഴ്സ്, ഡൊമസ്റ്റിക് ടൂർ ഓപ്പറേറ്റേഴ്സ്, ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് പാർട്ട്നേഴ്സ് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവർക്ക് ട്രാവൽ അഡ്വൈസറീസ് നൽകിക്കൊണ്ട് വരുന്നുണ്ട്. മാത്രമല്ല എല്ലാ ആഴ്ചയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അവരുടെ ഒരു പ്രസ് റിലീസ് ഉണ്ട്. ആ പ്രസ് റിലീസ് എല്ലാം നമ്മൾ വിവിധ ഭാഷകളിൽ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല സ്കാസിറ്റി ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു എയർഫെയർ ഇൻക്രീസ് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓപ്പറേറ്റേഴ്സുമായിട്ടും അതുപോലെ തന്നെ എയർപോർട്ട് മാനേജേഴ്സുമായിട്ടും അതിലൊരു ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഹൈ ലെവൽ മിനിസ്റ്റർ ലെവൽ ചർച്ച നടത്തിയിട്ട് അതിനൊരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഉഡാൻ സ്കീമിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ ഉഡാൻ സ്കീമിൽ ആ പർട്ടിക്കുലർ റൂട്ടിനൊരു സബ്സിഡി കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ആ ഉഡാൻ സ്കീമിൽ കുറച്ചുകൂടി നമുക്ക് അവിടുത്തെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സ് അതിനകത്ത് വരണം. ഇപ്പോൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ പുതിയ സ്കീം അനുസരിച്ച് നമ്മൾ പുതിയ ടെൻഡർ വിളിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്. അതിനനുസരിച്ച് ഉഡാൻ സ്കീമിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലൈറ്റ്സും കൂടി വരാൻ സാധിക്കണം ഈ ഡെസ്റ്റിനേഷൻസിലോട്ട്. സ്പൈസ് ജെറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ സ്പൈസ് ജെറ്റ് മാത്രം പോരാ, വേറെയും ഓപ്പറേറ്റേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടൂറിസം ക്ലാസിഫിക്കേഷൻ നോംസ് അനുസരിച്ചിട്ട് 5 സ്റ്റാർ 4 സ്റ്റാർ ആൻഡ് 3 സ്റ്റാർ വരെയാണ് അവരുടെ കമ്മിറ്റി, അതായത് കേന്ദ്ര സർക്കാർ രൂപം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയിൽ കേരള സർക്കാരിൻ്റെ ഒരു മെമ്പർ, അതായത് ഡയറക്ടർ ടൂറിസത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടോ ഒരു മെമ്പർ ഉണ്ടാവും. അവരുടെ കൂടെയാണ് മറ്റുള്ള മെമ്പേഴ്സ്, അതായത് ഈ ക്വാളിറ്റിയും ഹൈജീനും പരിശോധിക്കാനായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നൊരു മെമ്പർ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സദേൺ റീജിയനിലെ ഹെഡ്, ഇപ്പോഴത്തെ ഹെഡും ഇതിനകത്ത് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇവർ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗൈഡ് ലൈൻസ് പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ക്വാളിഫിക്കേഷൻ ഗൈഡ് ലൈൻസ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഗൈഡ് ലൈൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന ആ ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ 2 സ്റ്റാർ 1 സ്റ്റാർ റെസ്റ്റോറൻറ്റ് ക്ലാസിഫിക്കേഷനും വേറെ കമ്മിറ്റിയുണ്ട്. പക്ഷേ എല്ലാവരും ആ ക്ലാസിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നില്ല. മാത്രമല്ല ഈ ക്ലാസിഫിക്കേഷൻ നോംസ് വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ മാറ്റം, ഈ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിലൊരു വലിയ മാറ്റം ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഈ മാൻ പവർ ഷോർട്ടേജ്
ചില ഇഷ്യൂസ് ഉണ്ട്, സ്കില്ലിൻ്റെ ഷോർട്ടേജ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പരിഹരിക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസും കൂടി നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആയതുകൊണ്ട് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ആ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സഞ്ചാരിയെ ഹൗ ഡു ദേ ഫീൽ, അതാണ് ഹോസ്പിറ്റാലിറ്റി ഒരു ബെഞ്ച് മാർക്ക്. അതിന് തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയും കൂടി ഒരു മുൻകൈ എടുത്തുകൊണ്ട് കൂടുതൽ പരിശീലനങ്ങൾ അല്ലെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ് പോലെയുള്ള ഒരു പരിശീലനങ്ങൾ കൊടുത്താൽ മാത്രമേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പോരായ്മകളുണ്ട്, നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പം നമുക്കെല്ലാം അറിയാം, ഒരു ടൂറിസ്റ്റ് നമ്മുടെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു റിസോർട്ട് ചൂസ് ചെയ്തിട്ട് അവരുടൻ തന്നെ ഈ റിസോർട്ടിനെ പറ്റിയുള്ള ട്രിപ്പ് അഡ്വൈസർ പോലെയുള്ള സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ദേ വിൽ ലുക്ക് അറ്റ് ദ ഫീഡ്ബാക്ക്, വാട്ട് ഈസ് ദ ഫീഡ്ബാക്ക് ബൈ അതർ കസ്റ്റമേഴ്സ്, അത് നോക്കിയിട്ടാണ് വരുന്നത്. സോ ദാറ്റ് ഓൾസോ അത് കാരണമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഈ ട്രിപ്പ് അഡ്വൈസർ റേറ്റിംഗ് എത്ര കൂടുതൽ കിട്ടാൻ, അതാണ് നമ്മൾ എല്ലാവരും, ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദ സർവീസ് ലെവൽസ് വിൽ ഇൻക്രീസ്. ബിക്കോസ് സർവീസ് ലെവൽ ഇൻക്രീസ് ചെയ്യാതെ ട്രിപ്പ് അഡ്വൈസർ ഒരു നെഗറ്റീവ് കമൻറ്റ് വരികയാണെങ്കിൽ ആ ടൂറിസ്റ്റ് വരത്തില്ല. സോ ദി മാർക്കറ്റ് ടേക്സ് കെയർ ഓഫ് ഇറ്റ്സെൽഫ്. കോവിഡിന് ശേഷം ഇന്റർനാഷണൽ ടൂറിസ്റ്റിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു നമ്മൾ പ്രീ കോവിഡ് ലെവൽസിൽ 11 ലക്ഷം പരം ആളുകളാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് കോവിഡ് വന്നപ്പോൾ ഒരു വലിയ ഡിപ്പ് നമുക്ക് വന്നു. പക്ഷേ അതേസമയം തന്നെ നമ്മൾ പ്രോത്സാഹനം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിനെ ആകർഷിക്കുക എന്നാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റുകൾ കുറച്ചുകൂടി വിപുലീകരിച്ചു. അപ്പോൾ കൂടുതലും ആളുകളും പണ്ട് വന്നുകൊണ്ടിരുന്നത് UK, റഷ്യ എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ റഷ്യ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ റഷ്യയിൽ ഹൈ സ്പെൻഡിങ് ടൂറിസ്റ്റായ ആയുർവേദിക് വെൽനസ് ടൂറിസ്റ്റ് ആൻഡ് ജർമ്മനി എന്നുള്ളവർ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഹൈ സ്പെൻഡിങ് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. പിന്നെ കേരളം എന്ന് പറയുന്നത് പൊതുവെ ഒരു ക്വൈറ്റ് ഡെസ്റ്റിനേഷനാണ്. ഗോവയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ വരുന്ന കൂടുതലും ആളുകൾ വന്ന് ലോങ് സ്റ്റേ ആണ്, ഒന്നില്ലെങ്കിൽ ഒരു 7 days അല്ലെങ്കിൽ 14 days. അപ്പോൾ നമ്മൾ വരുമാനം നോക്കുമ്പോൾ വരുമാനത്തിൽ നമുക്കൊരു വലിയ ഇടിവ് വന്നിട്ടില്ല. ഇപ്പോൾ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ ടൂറിസം നമ്മൾ അറൈവൽസ് നോക്കുമ്പോൾ 50,000 crore ആണ് നമുക്ക് വരുമാനമായിട്ട് വന്നിട്ടുള്ളത് 2025. പക്ഷേ 2024 കമ്പയർ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 46,000 crores ആണ് ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റവന്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ റവന്യൂവിൽ ഒരു വർധനവ് വന്നിട്ടുണ്ട്. പക്ഷേ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇപ്പോഴും നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ടും നമ്മൾ അഗ്രസീവായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ നമുക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകണം. ഇപ്പോൾ ഇന്ത്യ ടൂറിസം തന്നെ ഇപ്പോൾ അവരുടെ ഇൻ്റർനാഷണൽ ഫെയർസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരൊരു അംബ്രല്ല ഓർഗനൈസേഷനായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷേ നമ്മൾ കേരളം 1987 തൊട്ട് കേരള ഗോഡ്സ് ഓൺ കൺട്രി നമ്മൾ കോയിൻ ചെയ്ത ശേഷം വിവിധ പദ്ധതികൾ ഇൻ്റർനാഷണൽ ടൂറിസം മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്ങിന് നമ്മൾ ഊന്നൽ നൽകിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി അഗ്രസീവായിട്ട് നമ്മൾ പോയാൽ മാത്രമേ പുതിയ മാർക്കറ്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഈ 8 lakhs ആണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടിട്ടുള്ളത് അല്ലേ, 8,37,000 സംതിങ് ആണ്. അത് നമുക്ക് എന്തായാലും ഒരു ഈ വർഷം പ്രതീക്ഷ തന്നെ നമുക്കൊരു 9 lakhs എത്തിക്കാൻ സാധിക്കുന്നതാണ്. കാരണം നല്ലൊരു മൂവ്മെൻറ്റ് ആയുർവേദ സെക്ടറിൽ വന്നിട്ടുണ്ട്, വെൽനസ് സെക്ടറിൽ. അപ്പോൾ അവരൊരു 14 ദിവസം 21 ദിവസമൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ ആ ആവറേജ് സ്റ്റേ പീരീഡ് കൂടുമ്പോൾ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. അതുവഴി നമുക്കൊരു നേട്ടം കൊണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അഗ്രസീവായിട്ട് മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്സ് ആവശ്യമാണ്. ഞങ്ങൾ ഹോട്ടലിയേഴ്സാണ്. നാരായണ സാർ ഉൾപ്പെടെ ഇവിടെ പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. തമിഴ്നാട് മാർക്കറ്റ് ആക്ച്വലി സപ്പോർട്ടഡ് us ബിഗ് ടൈം. ഓഫ് കോഴ്സ് there is mass tourism there, there is no doubt. പക്ഷേ നേരത്തെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിന് മുമ്പ് ഒരു 2,000 രൂപ 2,500 രൂപ റൂം റെൻറ്റ് പേ ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ട്രെൻഡ് മാറി. 8,000 rupees 9,000 rupees കൊടുത്ത് പൂവാർ ഐലൻഡ് പോലത്തെ പ്രോപ്പർട്ടീസിലും താജ് പോലത്തെ പ്രോപ്പർട്ടീസിലും ഒക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സിൻ്റെ ആ നിലവാരം ഉയർന്നിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഞങ്ങൾക്കത് ഹോട്ടലിയേഴ്സായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ടൂറിസം ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ നമ്മൾ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ, അതായത് തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ടൂറിസം എൻകറേജ് ചെയ്ത് അവിടെ റോഡ് ഷോകൾ നടത്തി അവിടെ നിന്ന് കുറച്ച് മൂവ്മെൻറ്റ് കൂട്ടിയത് കൊണ്ട് ഈ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് കുറച്ച് കുറഞ്ഞാലും ഡൊമസ്റ്റിക്കിൽ വർധനവ് വന്ന് നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുള്ള ഒരു വസ്തുത ഇവിടെ നമുക്കുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. കാരണം പണ്ട് വന്ന ടൂറിസ്റ്റുകളല്ല, ഇപ്പോൾ കുറച്ച് അതിൻ്റെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി കൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോൺഫറൻസുകളും
ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ടൂറിസം, ഡോക്ടേഴ്സ്, മെഡിക്കൽ ടൂറിസം അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വരുന്നത് ഞങ്ങൾ ഈ മെയിനായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം റീജിയൻ, പൂവാർ, കോവളം, ചോര ഈ റീജിയൻ ട്രിവാൻഡ്രം സിറ്റി ആണെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ വയനാട് എടുത്തു കഴിഞ്ഞാൽ വയനാട്ടിൻ്റെ കർണാടകയുടെ ഒരു വളരെയധികം സപ്പോർട്ടുണ്ട്, മെയിൻലി ബാംഗ്ലൂരും മൈസൂരും. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റ്ലി ലോക്കൽ ടൂറിസം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റ് പറയാനുള്ളത്, ഈ കണക്ടിവിറ്റി കുറഞ്ഞെന്നുള്ളത് തെറ്റാണ്. ബിക്കോസ് കണക്ടിവിറ്റി വാട്ട് സസ്പെൻഡ്. ഇന്ന് മുതൽ ഫ്ലൈറ്റ്സ് ഒക്കെ റീസ്യൂം ചെയ്തു. കോവിഡ് എയർവേസ് എവറിബഡി സ്റ്റാർട്ട്. നമുക്കിവിടെ മാർക്കറ്റ് ഉണ്ടെന്നുള്ള തെളിവാണ്. ഞങ്ങൾ മലേഷ്യൻ എയർലൈൻസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ആദ്യം 3 ഫ്ലൈറ്റ് വന്നു, 4 ഇപ്പോൾ ഡെയിലി ഫ്ലൈറ്റ് ആയി. ഇപ്പോൾ എയർ ഏഷ്യ ഡെയിലി 2 ഫ്ലൈറ്റ്സ് ഉണ്ട് ഫ്രോം മലേഷ്യ കമ്മിങ് ടു ട്രിവാൻഡ്രം. ദാറ്റ് മീൻസ് അവിടെ പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ അവർ ഫ്ലൈറ്റ്സ് വരത്തില്ല. 100% there is a potential. Number 1. പുതിയ ഗവൺമെൻറ് അബ്കാരി പോളിസി by making the bar to 12 o'clock and 5-star to 3 o'clock has made a lot of difference. ഇവിടെ വെഡിങ് ഡെസ്റ്റിനേഷൻസ് വരുന്നു, കോൺഫറൻസസ് വരുന്നു. ഇത് നേരത്തെ ഇതൊരു ഹിൻഡ്രൻസ് ആയിരുന്നു. ബിക്കോസ് ഇവിടെ വരുമ്പോൾ ഒരു കല്യാണം നടത്താൻ പറ്റില്ല. കാര്യം നോർത്ത് ഇന്ത്യൻ വെഡിങ്സ് സ്റ്റാർട്ട് at 9 o'clock and then it goes till 3 o'clock in the morning. The government has changed. Tourism department has taken the lead to change the timings. ആ ടൈമിംഗ് മാറിയ ശേഷം കോൺഫറൻസസ് are coming here and weddings are coming here. കാര്യം നമ്മൾ പല ഹോട്ടൽസ് ഇപ്പോൾ വെഡിങ് ഡെസ്റ്റിനേഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. So the inflow is, government policy has really supported the inflow of tourists in the domestic sector plus the international sector. Because മറ്റൊരെല്ലാം ബാങ്കോക്കിൽ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. Now people are also looking at Trivandrum because they don't mind coming to Trivandrum because your policy has changed. It is a tourism friendly policies ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഫ്ലൈറ്റ്സ് കൂടുതൽ വരുന്നുണ്ട്. Now Air Asia is also looking at flight from here to Bangkok. അത് ഇപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. കാരണം ചേംബർ ഓഫ് കോമേഴ്സ് is frequently discussing with Adanis and most of the airlines companies for bringing more flights here. കാരണം ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഫെസിലിറ്റി, യെസ് വി ഹാവ് ലിമിറ്റേഷൻ. പക്ഷേ എന്നാലും അതിൻ്റെ അവരുടെ വർക്ക് തുടങ്ങി 3 years പിടിക്കും എയർപോർട്ട് ഫുൾ സ്ട്രീം ആവാനായിട്ട്. ബട്ട് nevertheless I am quite sure that we have now touched about 104 flights almost coming. നേരത്തെ 90, we had 35 flights before COVID. Now today we have touched more than 100. So 100 flights വരുന്നുണ്ട്. So more and more flights are coming. And government പുതിയ ഗവൺമെൻറ് പോളിസീസ് വന്നു. ഇനി പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവിടെ ആ പോളിസീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുമായിരിക്കും. But I am quite sure that the destination for Kerala is growing and Trivandrum is definitely growing. There is no doubt. Because we have all the facts and figures with us in the chamber to tell you that people are looking at the capital region. Trivandrum, Kollam, Pathanamthitta, Kanyakumari, all these areas are definitely being focused. അതിൽ ആൾക്കാർ വരുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. But I think the media need to really support it. Because policy of the government has made this possible. That's the fact. ഹോം സ്റ്റേ നമ്മൾ എന്തായാലും ഹോം സ്റ്റേ ടൂറിസത്തിന് ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ നയം അനുസരിച്ചിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അനുസരിച്ച് പ്രാദേശികമായിട്ടുള്ള ഹോം സ്റ്റേസിന് നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോം സ്റ്റേ ടൂറിസം ആൻഡ് ഓൾസോ ഈ അബാൻഡൻഡ് ആയിട്ടുള്ള ഹൗസുകൾ ഇപ്പോൾ പല പ്രൈവറ്റ് ഏജൻസീസ് തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അതിനകത്ത് ഒരു റവന്യൂ ഷെയറിംഗ് മോഡലിൽ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഫെസിലിറ്റീസും അതുപോലെ തന്നെ അവിടുത്തെ പ്രീമിയം ഏത് രീതിയിലാണ് കസ്റ്റമറിനെ സർവീസ് ചെയ്യേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള നോംസ് ഉണ്ട്. അത് ഇൻസ്പെക്ഷൻ നോംസ് വെച്ചിട്ട് തന്നെ ക്ലാസിഫിക്കേഷൻ ഗൈഡ് ലൈൻസും കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഹോം സ്റ്റേസിനൊരു വർധനവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിട്ട് ധാരാളം ഹോം സ്റ്റേസിന് നമുക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റി. അത് നല്ല രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അപ്ഗ്രഡേഷനിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി നമ്മൾ കസ്റ്റമേഴ്സും അതുപോലെ ഇൻഡസ്ട്രിയും കൂടി സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ലൊരു വർധനവും അതിന് കൊണ്ടുവരാൻ സാധിക്കും. സർവീസ് അപ്പാർട്ട്മെന്റ്സ് have gone up tremendously very high. പല സ്ഥലത്തും സർവീസ് അപ്പാർട്ട്മെന്റ്സ് is really going well. കാരണം നേരത്തെ എല്ലാവരും ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ചില സ്ഥലത്ത് ഹോട്ടൽ റൂംസ് കിട്ടാതെ വരുമ്പോൾ സർവീസ് അപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നുണ്ട്. ഈവൻ in normal residential apartments also, the association started permitting this subject to the rules of the association and also the rules of the government. കാരണം അതിൻ്റെ സെക്യൂരിറ്റി പർപ്പസിന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബേക്കറി ജംഗ്ഷനിൽ യു ടേക്ക് ദ തിങ് ഫസ്റ്റ് തന്നെയുടെ ബിൽഡിംഗ് ഉണ്ട്, ദറ്റ് ഇസ് ടോട്ടലി നോട്ട് അവൈലബിൾ. അപ്പോൾ അങ്ങനെ നമ്മൾ സർവീസ് അപ്പാർട്ട്മെന്റ്സ് ഡൂയിങ് വെരി വെൽ. അപ്പോൾ അത് തന്നെ ഒരു ട്രെൻഡാണ്. ദറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദെയർ ഈസ് എ മാർക്കറ്റ്. മാധ്യമ സുഹൃത്തുക്കളിൽ പങ്കെടുത്തതിൽ വളരെ പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. 3-ാം തീയതി വൈകുന്നേരമാണ് ഇനാഗുറേഷൻ. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും ഇതിനിടയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷനുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2000-ഓളം ഓപ്പറേറ്റർമാരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്
ഏറ്റവും നല്ല പ്ലെയേഴ്സായിട്ടുള്ള 1000-ഓളം പേരെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ട്രാവൽ ടെസ്റ്റാണ്, നമ്മുടെ ഡെസ്റ്റിനേഷന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അതെല്ലാവരും സഹകരിക്കണം. ഈ പ്രശ്നത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം സെക്രട്ടറി ശ്രീ ബിജു IAS പ്രത്യേക നന്ദി നടപ്പാട് ചെയ്യപ്പെടുന്നു. അതേപോലെ നമ്മുടെ ഡയറക്ടർ ടൂറിസം മേഡം, നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു പുതിയ തുടക്കത്തിന് ഭാഗമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മേഡം പങ്കെടുക്കുന്നത് വളരെ സന്തോഷം പങ്കെടുക്കുന്നത്. അതോടൊപ്പം SKHFിൻ്റെ പ്രസിഡന്റ് ശ്രീ MR നാരായണൻ സാറുണ്ട്. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ രഘുവേന്ദ്ര സാറ് പങ്കെടുക്കുന്നത്. നമ്മുടെ SKHFിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ശിശുപാലൻ സാഗര, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ പ്രസാദ്, എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മുടെ ഒരു ദൗത്യം എന്ന നിലയ്ക്ക് കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ജൂൺ 5-ന് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.gtmd.in, മൊബൈൽ നമ്പർ 9995139939, ഇമെയിൽ info@gtmd.in.